ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ മാസം 16-ാം തീയതി 290-ാമത്തെ ദിവസത്തിലെത്തി. ഇന്നലെ നമ്മൾ ഒരു മീൻ കച്ചവടക്കാരനെ പരിചയപ്പെട്ടിരുന്നു. മറന്നിട്ടില്ലല്ലോ. സത്യത്തില് അയാള് നമുക്ക് വെളിയിലുള്ള ഒരാളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള, മിക്കവാറും അത് നമ്മൾ തന്നെയല്ലേ. കാര്യങ്ങളെ കുറച്ചുകൂടി നേരാവണ്ണം നോക്കി കണ്ടു തുടങ്ങിയാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പതിയെ നിസ്സാരമായി തോന്നിത്തുടങ്ങുമെന്നാണ്. സംസ്കൃതത്തില് ദർശനം എന്നൊരു വാക്കുണ്ട്. ഹിന്ദു ഫിലോസഫി അനുസരിച്ച് വ്യക്തമായ കാഴ്ചയാണ് ദർശനമെന്ന് വിളിക്കുന്നത്. ഈ വ്യക്തമായ കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തില് പ്രശ്നങ്ങളൊക്കെ വല്ലാതെ പെരുകി വളർന്ന് പർവ്വതത്തോളം എത്തുന്നത്. ദർശനം എന്നാൽ കാണലെന്നാണ് അർത്ഥം. കാണാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? കണ്ണുണ്ടായാൽ മാത്രം പോരാ, പിന്നെ കാണുന്നു എന്ന ബോധവും പിന്നീട് കണ്ടു എന്ന ബോധ്യവും ഉണ്ടെങ്കിലേ കാഴ്ച നമ്മുടെ ഉള്ളിൽ പൂർണ്ണമാകും. നമ്മുടെ കാഴ്ചയാവട്ടെ ഇക്കാലത്ത് വല്ലാതെ മാറി മറിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ബോധ്യപ്പെട്ടാൽ കാഴ്ചയെ നമുക്ക് കുറച്ചുകൂടി ശുദ്ധീകരിച്ച് വീണ്ടെടുക്കാൻ പറ്റും. പതിയെ പ്രശ്നങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനോ മറികടക്കുവാനോ ഒരു ബലം കണ്ടെത്തുവാനും സാധിക്കും. ഏറ്റവും നല്ല ഒരു ഉദാഹരണം മനുഷ്യരും വസ്തുക്കളുമുണ്ട്. നമ്മൾ ഇവയെ കൃത്യമായി കാണാറുണ്ടോ? ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ. അത് ഉപകരണങ്ങളായി കാണേണ്ട കാര്യങ്ങളെ, വീട്, കാറ്, TV, കമ്പ്യൂട്ടർ, മൊബൈല്, ഒത്തിരിയുണ്ട് ഉദാഹരണങ്ങൾ. അവയെല്ലാം നമ്മൾ ഉപകരണങ്ങളായും വസ്തുക്കളായും കാണേണ്ടതാണ്. എന്നാൽ നമ്മൾ ജീവിതത്തിൽ എന്തൊരു വൈകാരികമായ അടുപ്പവും ആഭിമുഖ്യവുമാണ് ഇവയോടൊക്കെ നാം പുലർത്തുന്നത്. സ്നേഹിക്കേണ്ട മാതാപിതാക്കള്, മക്കള്, സഹോദരി സഹോദരങ്ങള്, ചങ്ങാതിമാര്, ജീവിത പങ്കാളി എല്ലാം ഓർത്തു നോക്കിക്കേ. അതൊക്കെയോ നമ്മുടെ ആവശ്യങ്ങള്, നമ്മുടെ അത്യാവശ്യങ്ങള് നിറവേറ്റി തരാനുള്ള ഉപകരണങ്ങളായിട്ടാണോ ഇവരെല്ലാം കാണുന്നത്? അപ്പോൾ വസ്തുക്കളെ നമ്മൾ ഒരു വൈകാരികമായ ഒരു ഹൃദയ അടുപ്പത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയും മനുഷ്യരെയൊക്കെ നമ്മൾ വെറും ഉപകരണങ്ങളാക്കി, അതും അവനവൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളാക്കി മാത്രം മാറ്റുകയും ചെയ്യുന്നു. അവിടുന്ന് കാഴ്ച നമുക്ക് തെറ്റുന്നു. അതോടുകൂടി ജീവിതത്തിൽ പ്രശ്നങ്ങൾ പെരുകുകയും ചെയ്യുന്നു. വിളക്കുണ്ട്, ഉണ്ടാവും. അത് പക്ഷേ വെളിച്ചമല്ല എന്ന് തിരിച്ചറിഞ്ഞേ മതിയാവും. പിന്നെ വിളക്കില് വെളിച്ചം കൊളുത്തണം, മാത്രം പോരാ, ആ വെളിച്ചം നിലനിർത്താനായിട്ട് ചില ശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടേ മതിയാവും. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.